ஃபைனலி ட்ரிப் ஸ்டார்ட் ஆகி எதுவுமே தெரியாது பரவாயில்ல. ഞങ്ങളുടെ ട്രീയുടെ അടിയിൽ താഴെ സാധനത്തെ കിട്ടി എല്ലാം മഞ്ഞ് ഞാൻ അപ്പുറത്തോട്ട് പിന്നല്ലോ ഫുഡ് കഴിക്കാൻ നിർത്തിയതാണ്. എന്ത് ചേച്ചി? അപ്പോൾ ഫ്രണ്ട്സ്, ഹർഷ ഗ്രാൻഡിലാണ് നമ്മൾ കഴിക്കാൻ നിർത്തിയിരിക്കുന്നത്. ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് കുറച്ച് നേരമായി. ഒരു 2 hours നമ്മളിപ്പോൾ നിർത്തിയിട്ടുണ്ട്. തിരക്കായതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. മമ്മി നള്ളിയമ്മ ഫുഡ് കഴിക്കാൻ വേണ്ടി ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യണം. ഒടുക്കത്തെ തിരക്കാണ് കേട്ടോ. ബാംഗ്ലൂർ മൊത്തം ഇവിടെ ഉണ്ട് തോന്നുന്നുണ്ട്. സോ നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഹർഷ ഗ്രാൻഡിലെ ഫുഡ് കഴിക്കാൻ വന്ന ഓണിയൻ ദോശയുടെ ആള്, സെറ്റ് ദോശ, ഞാൻ എപ്പോഴും പോലെ ഒരു മിനി മീൽസ് കോംബോ ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചു. ഇപ്പോൾ ഫുഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. മമ്മി അമ്മ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 2.5 hours ജേർണി ടു ചിക്മംഗ്ലൂർ. പിന്നെ അവിടുത്തെ വിശേഷം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ കാണേണ്ട ഓൾമോസ്റ്റ് സ്ഥലത്തിൻ്റെ വരുന്നത് ചിക്കമംഗ്ലൂർ എത്താറായിട്ട്. അപ്പം അതിന് മുന്നേ ഷെല്ലിൽ ഒരു കാപ്പി കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇനി അവിടെ പോയിട്ട് നമ്മുടെ ആക്ച്വലി ചിക്കമംഗ്ലൂരിൽ നിന്ന് കുറച്ച് അങ്ങോട്ടാണ്. അവിടെ പോയിട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സ്ഥലങ്ങൾ ഓരോന്നായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ പോയിട്ട് വേണം ഇനി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ. ഇതാണ് മമ്മീസ് വീഡിയോ വ്ളോഗ്. അപ്പം ഷെല്ലിൽ പോയി ചായ അടിച്ചിട്ടാണ്. ഷെല്ലിൽ എവിടെ പോയാലും ഷെല്ലുണ്ട്. ഷെല്ലിൽ നിന്ന് കാപ്പി പിടിക്കാം. ഇതാ അവിടെ സച്ച് നിന്നുകൊണ്ടിരിക്കുന്ന ജീവേട്ടനും. അവിടെ എന്തിനാ സർവീസിനാണോ പോകണമെന്ന് എനിക്കറിയില്ല. നോക്കട്ടെ. ഫോണിൽ കോളിൽ അച്ഛൻ കോളിൽ സച്ച് ഫോണിൽ. ഒരു ചെടി 500 രൂപ. ബോഗൻവില്ലല്ലേ ചേച്ചി പറഞ്ഞ 48 വെറൈറ്റീസ് ഉണ്ട്. പിങ്ക്, റോസ്, മഞ്ഞ. ഇതല്ലാണ്ട് ഇതെന്തോ സ്കൂട്ടിയിൽ പോയി സ്റ്റേ എത്തി ഗായ്സ് ഫൈനലി. ദാണ്ട് ആ സ്റ്റേയിലത്തെ ചേട്ടനാണ്, അല്ല നമ്മുടെ ഡ്രൈവർ ചേട്ടൻ, നമ്മുടെ ചേട്ടനാണ് ഡ്രൈവർ ചേട്ടൻ. ഇതാണ് സ്റ്റേ. നല്ല അടിപൊളിയായിട്ടുണ്ട്. പണ്ടത്തെ ഒരു ആംബിയൻസ് ഒക്കെയാണ് സംഭവം. കാളവണ്ടിയൊക്കെ ഉണ്ട്. നമുക്കിനി സംഭവങ്ങൾ ബാലൻസ് ഉള്ളതൊക്കെ അവിടെ നോക്കാം. അവിടെ ഒരു റൂം, സ്വിമ്മിംഗ് പൂളൊന്നുമില്ല. ആ വീടാണ് നമ്മുടെ സ്റ്റേ. എനിക്ക് തോന്നുന്നു ഇവിടെയാണ് ഫുഡിൻ്റെ സെറ്റപ്പ് തോന്നുന്നുണ്ട്. ഇത് വേറെ റൂംസൊക്കെയാണ്. കുറേ കാപ്പിക്കുരുവൊക്കെ ഉണങ്ങാനിട്ടുണ്ട്. ദാണ്ട വരുന്നുണ്ട് ഒരുത്തൻ. അത് സ്നാക്സ് സിനിമ നടിച്ചിട്ടിരിക്കുതുപ്പാ. ഇതാ വന്നതും ആള് സ്നാക്സ് ഇതാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇത് ജർമ്മൻ ഷെപ്പേർഡാക്കുമേ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സ്റ്റേ എത്തിയിട്ടാ. ഫൈനലി ചിക്മംഗ്ലൂർ എത്തി. ഇതാണ്ട് നമ്മുടെ കാറ് കിടക്കുന്നു. അതാണ്ട് നമ്മുടെ സ്റ്റേ. അതാണ് റൂം. നല്ല അടിപൊളിയുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. എക്സാക്റ്റ് എസ്റ്റേറ്റിൻ്റെ സെൻറ്ററിലായിട്ടാണ്. ഫുൾ എസ്റ്റേറ്റിൻ്റെ സെൻറ്ററിലായിട്ടാണ്. കുഞ്ഞൊരു കിണറുണ്ട് ഇവിടെ കാണാൻ. ഒരു പഴയൊരു സെറ്റപ്പാണ്. അവിടെ കാളവണ്ടിയൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ. ഫോർ ഷുവർ ഫാമിലിക്ക് പറ്റിയൊരു സ്ഥലമാണ്. ഫാമിലി ആയിട്ട് വരുമ്പം നല്ല അടിപൊളി. ഇത് ഫ്രണ്ട്സായിട്ട് വരുമ്പോൾ നല്ല പൊളിയായിട്ട് നിൽക്കാൻ. കാര്യം നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രീഡം ഉണ്ട് കേട്ടോ. കാര്യം പ്രൈവസി ടു ദ മോസ്റ്റ്. ആണ്ട് ഇവിടെ കാപ്പിക്കുരുവൊക്കെ ഉണങ്ങാനിട്ടുണ്ട്. ഇനി നമുക്ക് പോവാം, ഫുഡ് കഴിക്കണം, പിന്നെ എവിടേക്കൊക്കെ പോകണം എന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്യണം. ആദ്യം സ്റ്റേ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് കമാൻ. ട്രീറ്റ് കൊടുത്താണ് അതിന്. അതിൻ്റെ പേരെന്താ? എന്താ ഇതിഷ്ടമല്ല. സ്റ്റേ കാർ താണ്ട കാറിൻ്റെ ചേട്ടൻ. ഇനിയിപ്പോൾ അവിടേക്ക് ഒന്ന് നടന്നു നോക്കാം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട്. ഇവിടെ
കൊള്ളാം. ഇതാണ് നമ്മുടെ സ്റ്റേയിലേക്കുള്ള എൻട്രൻസ്. അത്യാവശ്യം ദൂരമാണ് കേട്ടോ. ചിക്മംഗ്ലൂരിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 30 കിലോമീറ്ററോളം മുന്നാലാണ് ഈ സ്റ്റേ ഉള്ളത്. ഇപ്പോൾ സ്റ്റേയുടെ ഒരു ഗ്ലാൻസിൽ സൈഡിൽ നിന്ന് കാണിച്ചു തരാം. നല്ല അടിപൊളി വ്യൂ ആണ്. സ്റ്റേ എങ്ങനെയുണ്ടെന്ന് നോക്കാം, അകത്ത് കയറാം. അതാ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ. ഹായ്നാ. അപ്പൊ അതന്നെ. അപ്പൊ സച്ചു സ്റ്റേ എങ്ങനെ ഉണ്ടാ? പൊളിയല്ലേ? ഓൺ ചെയ്തില്ല ഇത്ര നേരമായിട്ട്. കുറച്ചും റെക്കോർഡ് ചെയ്തിരുന്നു, പക്ഷെ വീഡിയോ ഓൺ ചെയ്തില്ല. പക്ഷെ ഇതാ ജീവേട്ടൻ സ്റ്റിൽ ഓൺ കോൾ. ഫോൺ വെച്ചു, ഭാഗ്യം. ഇത്ര നേരം ജീവേട്ടൻ കോളിലായിരുന്നു. ഇവിടെ വന്നിട്ട് റേഞ്ച് കിട്ടില്ല വിചാരിച്ചു, പക്ഷെ റേഞ്ച് കിട്ടുന്നുണ്ട്. ഓക്കെ, സ്റ്റേ നല്ല അടിപൊളി സ്റ്റേ. ഈവനിങ് ആകുമ്പോൾ കുറച്ചുകൂടെ വൈബ് അടിപൊളിയായിരിക്കും തോന്നുന്നുണ്ട്. ഹലോ, നമുക്കൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് ഇവിടെ. ഒരാളല്ല, വേറൊരാളും കൂടെ ഉണ്ട്. ദാണ്ട അവിടെ അല്ലേ, ക്യൂട്ടാണ്ട. ഇവിടെ സ്റ്റേ നമ്മൾ ഒരു റൂം ബുക്ക് ചെയ്തേക്കുവാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1, 2, 3 ബെഡ്. ദാണ്ട ഒരാൾ മേലെ കയറിയിരിക്കുന്നുണ്ട്, മണ്ട കയറിയിരിക്കുന്നുണ്ട്. എന്താ ഇറങ്ങുന്നുണ്ടോ? ഫാൻ അവിടെ കാറ്റ് കിട്ടില്ലല്ലോ. എങ്ങനെയുണ്ട്? കാറ്റുണ്ടോ അവിടെ? ചൂടാണോ? അപ്പം രാത്രി നല്ല സുഖമായിട്ടുണ്ടാവും ചൂടായതുകൊണ്ട്. അപ്പം ഇതാണ് നമ്മുടെ സ്റ്റേ ഏട്ടാ. ജീവേട്ടാ, ഈ സ്റ്റേക്ക് നമുക്ക് എത്രയായി ജീവേട്ടാ? പെർ ഹെഡ് 2000 ആണ്. അപ്പോൾ ആക്ച്വലി നമ്മളിപ്പം 7 പേര് ആയതുകൊണ്ട് 14,000 രൂപയാണ് ഈ സ്റ്റേക്ക് ഫോർ 1 ഡേ, ഇൻക്ലൂഡിങ് ഫുഡ് അല്ലേ? ഇൻക്ലൂഡിങ് ഫുഡ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമ്മൾ ഇവിടുന്ന് എങ്ങോട്ടൊക്കെ പോകണം എന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്യണം. വന്നതിന് തന്നെ അതാണ്ട് ജീവേട്ടനും എന്താ പറയുക, സൗവും പൊന്നും കിടന്നുറങ്ങി കഴിഞ്ഞു. ഞങ്ങളിപ്പം ഇനി ഫുഡ് കഴിക്കാനാണ്. ഫുഡിൻ്റെ മെനു എന്താണെന്ന് അറിയില്ല. അപ്പോൾ മെനു കൂടെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഇന്ന് എവിടെയൊക്കെ പോകണം എന്നുള്ളത് നമുക്കൊന്ന് പ്ലാൻ ചെയ്യണം. ഫസ്റ്റ് ഈവനിങ് നമുക്കൊരു സൺസെറ്റ് പോയിന്റിൻ്റെ ഇവിടെ അടുത്ത്, അപ്പോൾ അവിടെ പോകാനാണ് പ്ലാൻ. കുറേ സ്ഥലങ്ങളുണ്ട്, പക്ഷേ എല്ലാ സ്ഥലങ്ങളും ഇവിടുന്ന് അല്പം ദൂരം ആയതുകൊണ്ട് വി ആർ പ്ലാനിങ് ഇനിഷ്യലി ഇന്നത്തെ ദിവസം ഈ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ട് നാളെ കുറേ സ്ഥലങ്ങളിലോട്ട് വേറെ പോകാം. ഇനി നമ്മൾ ഫുഡിൻ്റെ കാര്യം നോക്കാൻ പോയിട്ട് എന്താണെന്ന് ഫുഡ് ഉള്ളത്. ഇവിടെ വന്നിട്ട് നമുക്ക് ഹോം സ്റ്റേക്ക് ഫുഡ് ഫ്രീ ആണ്. ഫുഡ് വന്നിട്ട് ആക്ച്വലി ഹോം ഫുഡാണ്, ഹോംലി ഫുഡായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്കത് ആ ഭാഗത്താണ് ഫുഡ് ക്രമീകരിച്ചുള്ളത്. അവിടെയാണ് ഡൈനിങ് ടേബിളൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ വേണം പോകാനായിട്ട്. ജീവട്ടെ മെൻഷൻ ചെയ്ത പോലെ 2000 ആണ് കേട്ടോ ഒരാൾക്ക് സ്റ്റേ ഉള്ളത്. നല്ല അടിപൊളി സ്റ്റേ ആണ്. അപ്പോൾ നമുക്കിവിടെ ചില്ല് ചെയ്യാം, വൈബ് ചെയ്യാം. ഈവനിങ് ഇവിടുന്ന് അടുത്തുള്ള സ്പോട്സിലോട്ട് പോകാം. ഇത് അത്യാവശ്യം ദൂരമുണ്ട് കേട്ടോ. സ്റ്റേ നല്ലതാണെങ്കിലും നമുക്ക് ചിക്മംഗ്ലൂരിൽ നിന്ന് ഭയങ്കര ദൂരമാണ്. സച്ച് വേറെ എവിടെയും നടന്നിട്ട് വന്നിട്ടുണ്ട്. ഞാനും അങ്ങോട്ട് നടന്നിട്ട് വരാം. എങ്ങനെയാടാ? നമുക്ക് നടന്നിട്ട് വന്നാലോ? അവിടെ എന്തൊക്കെയാ ഉള്ളത്? ഫുള്ള് കൃഷി സ്ഥലം അല്ലേ? പൊട്ടക്കുളമാണ് ഇവിടെയാണ്. ഇവിടെ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ആൾക്കാരിങ്ങനെ വെള്ളം ഒഴുകി വരുന്നു, കുളിക്കുന്ന പോലെയൊക്കെ. അതെവിടെയാണെന്നൊന്നും അറിയില്ല. സോ ഇതിനങ്ങോട്ട് ഒന്നുമില്ല. മേ ബി ഇതായിരിക്കും സച്ച് ഞാൻ കണ്ടിട്ടുണ്ടാവുക, വെള്ളം വരുന്നതൊക്കെ ആയിട്ട്. ഇത് പിന്നെ അവരുടെ ഫാമൊക്കെയാണ് അങ്ങോട്ട്, കാപ്പിത്തോട്ടവും എല്ലാം. അപ്പോൾ ഈ ഒരു ഏരിയയാണ് നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ളത്. പിന്നെ ആ ഒരു കുഞ്ഞിതിനകത്ത് എന്താണെന്ന് നോക്കാം. 2000 രൂപയാണെന്ന് വെച്ചു പറഞ്ഞു ജീവേട്ടൻ. പെർ പേഴ്സൺ 2000. ഇതായിരിക്കും തോന്നുന്നു ക്യാമ്പ് ഫയറിൻ്റെ ഇത് അല്ലേ? ഇതേ ചെറുതായിട്ട് റിക്രിയേഷൻ ഏരിയ. ഇവിടെ ജസ്റ്റ് ചുമ്മാ ഇരിക്കാനുള്ള സെറ്റപ്പാണ്. ഇവിടെ വരുന്ന വഴിക്ക് കുറേ കുപ്പികളുണ്ട്. മേ ബി കുപ്പികളൊക്കെ കണ്ട് അടിച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന സ്ഥലമായിരിക്കും. നമ്മുടെ ട്രാക്ടറുടെ സാധനമില്ലേ, അത് ജസ്റ്റ് പോട്ടിൻ്റെ ഇതായിട്ട് ഉപയോഗിച്ചിരിക്കുന്നവർ. ട്രാക്ടർ നമ്മൾ എന്താ പറയുക, നെൽപ്പാടമൊക്കെ ഉഴാനായിട്ട് ഉപയോഗിക്കില്ലേ, ആ സാധനം. ഇതാണ് കിച്ചൺ ഏരിയ കേട്ടോ. ഇവിടെയും വേറൊരു സ്റ്റേ പോലെ ഒരു കുഞ്ഞു സംഭവമുണ്ട്. പൂളില്ല കേട്ടോ ഇവിടെ, വിത്തൗട്ട് പൂളാണ്. ഇവിടെ ഏതാണ്ട് വേറൊരു സ്റ്റേ ഉണ്ട്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഇതെന്തോ ഒരു വെറൈറ്റി ഓഫ് പൂവാണ്, എന്ത് പൂവാന്ന് അറിയില്ല. പരമ. സോ ഇതാണ് നമ്മുടെ സ്റ്റേയുടെ വിശേഷങ്ങൾ. അമ്മ സ്റ്റേ എപ്പിടിയുണ്ടോ? സൂപ്പറായിട്ടുണ്ടോ? ഇഷ്ടമായില്ലേ? അപ്പോൾ അതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ എങ്ങോട്ടൊക്കെ പോകുന്നോ ട്രിപ്പിൻ്റെ പ്ലാൻസ് നമുക്ക് ചെയ്തിട്ട് ഇനി അപ്കമ്മിങ് വീഡിയോസ് നമ്മൾ ചിക്മംഗ്ലൂരിലുള്ള ഓരോ സ്ഥലങ്ങൾ കാണുന്നതിൻ്റെയാണ്. അതൊക്കെ എടുത്തുമാ.
ചിക്മംഗ്ലൂരുടെ വീഡിയോസ് ആയിരിക്കും ഇനി നമ്മൾ ചെയ്യുക. അതായത് ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വരുമ്പം ബാബാ ബുദ്ധഗിരി അവിടേക്കൊക്കെ പോകണമെങ്കിൽ നമ്മൾ ഏർലി തന്നെ കാറിന് പാസ് എടുക്കണം പറഞ്ഞു, ഇല്ലെങ്കിൽ ജീപ്പിൽ വേണം അത്ര പോകാൻ. കാറിൽ പാസ് എടുക്കാനായിട്ട് ഓൺലൈൻ സൈറ്റിൽ കയറിയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ നമ്മൾ വരുമ്പോഴാണ് അറിഞ്ഞത് അത് ഡ്രൈവർ ചേട്ടൻ പറഞ്ഞിട്ട്. അപ്പോൾ അത് കാരണം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് എടുക്കാത്തതുകൊണ്ട് ഇന്നത്തേക്ക് സ്ലോട്ട്സ് ഇല്ല. ഒരു ദിവസം ഇത്ര സ്ലോട്ടേ ഉള്ളൂ, രാവിലെ കുറച്ച് സ്ലോട്ട്സും ഈവനിങ് സ്ലോട്ട്സും നമ്മുടെ കാറിൽ പോവുകയാണെങ്കിൽ കേട്ടോ. അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനത് പറയുന്നതാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് തപ്പിയിട്ട് ഞാൻ ഇതിൻ്റെ വീഡിയോയുടെ സൈഡിൽ തന്നെ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, നിങ്ങളതൊന്ന് ചെക്ക് ചെയ്തേക്കുക. കാര്യം വരുന്നതിന് മുന്നേ ഒരു ദിവസം മുന്നേ തന്നെ സ്ലോട്ട്സ് അവൈലബിൾ ആണെന്ന് നോക്കിക്കോളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില ദിവസങ്ങളിൽ വരുമ്പം നമ്മൾ മാക്സിമം വരുന്നത് ലീവ് സമയത്തൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ലീവ് സമയത്ത് വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കാറും കൊണ്ട് പോകാൻ പറ്റത്തില്ല. ഇല്ലെങ്കിൽ പിന്നെ ഓപ്ഷൻ ഉള്ളത് ഇവിടുത്തെ വന്നിട്ട് ജീപ്പ് ഉണ്ടാവും, ഓഫ് റോഡ് ജീപ്സ് ഉണ്ടാവുമല്ലോ, അത് എടുത്തിട്ട് നമുക്ക് പോകാവുന്നതാണ്. അതിൻ്റെ പ്രൈസസ് എത്രയാണെന്ന് അറിയില്ല, അതൊക്കെ ഞാൻ അന്വേഷിച്ചിട്ട് വേണം നമ്മൾ അതിനെക്കുറിച്ച് ചെക്ക് ചെയ്തിട്ടെല്ലാം ചെയ്യാൻ. ഇവിടുന്ന് അടുത്ത് കുറച്ച് സ്പോട്ട്സ് ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. എഗെയിൻ പറയുകയാണെങ്കിൽ സ്റ്റേ അടിപൊളിയാണ്, പക്ഷേ ഇവിടുന്ന് ചിക്മംഗ്ലൂർ എത്താൻ തന്നെ ഓൾമോസ്റ്റ് 30 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ബാബാ ബുദ്ധഗിരി ഇവിടേക്കൊക്കെ പോകണമെങ്കിൽ ഒരു 1-1.5 മണിക്കൂറോളം എടുക്കും. പക്ഷേ സ്റ്റേ നല്ലതാണെന്നുള്ളത് കൊണ്ട് മാത്രം നമ്മളിവിടെ ബുക്ക് ചെയ്തതാണ്. ഇനി ഇതിന് അടുത്തുള്ള പ്ലേസസ് നമുക്ക് ഈവനിങ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുക. ഇനി ഇതിൻ്റെ അപ്കമിങ് വീഡിയോസിൽ നമ്മൾ ചിക്മംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്യുന്നതൊക്കെ ആയിരിക്കും. അപ്പോൾ ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ഇറ്റ്സ് ബൈ ഫ്രം സൂര്യൻ. അപ്പോൾ നമ്മുടെ ഫർദർ ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് തട്ടിയേക്കാം. ഓക്കെ, എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ.